നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാനസികാരോഗ്യം. ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യം എത്രത്തോളം സന്തോഷകരമാണ് എന്ന് പലരും ചിന്തിക്കാറില്ല. നമ്മുടെ മുന്നിലോ പിന്നിലോ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്തുള്ള ഒരേ മുറിയിൽ കിടക്കുന്ന ഭാര്യയുടെ മാനസിക സന്തോഷം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നൊരു ഭർത്താവിന് തിരിച്ചറിയില്ല. ഭർത്താവിന്റെ മാനസികാരോഗ്യം എത്രത്തോളം മികച്ചതാണ് എന്ന് ഭാര്യയ്ക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് പലരുടെയും ഗതി. അതിനെക്കുറിച്ച് ആലോചിക്കുന്ന, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു മന്ത്രി നമുക്കിടയിലുണ്ടോ? എന്നാൽ ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് മറ്റാരുമല്ല, രമേശ് പിഷാരടിയാണ്. രമേശ് പിഷാരടിയുടെ ഈ ഒരു ആശയം പുറത്തു വരുമ്പോൾ പലരും അദ്ദേഹത്തെ പുച്ഛിച്ചു തള്ളുകയാണ്. എന്നാൽ നിലവിലെ ജീവിത സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ രമേശ് പിഷാരടി പറഞ്ഞത് 100% ശരിയാണ് എന്ന് പറയേണ്ടി വരും. UDF വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം ശ്രദ്ധയോടുകൂടി നോക്കിയിരുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. ശോഭാ സുരേന്ദ്രനെ പിന്തള്ളി UDF സ്ഥാനാർത്ഥിയും ചലച്ചിത്ര താരവുമായ രമേശ് പിഷാരടിയാണ് അവിടെ വിജയിച്ചത്. 13,147 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയം എന്നത് രമേശ് പിഷാരടിയുടെ നേട്ടത്തിന് തിളക്കം കൂട്ടുന്നുണ്ട്. പ്രചരണ സമയത്തും രമേശ് പിഷാരടിയുടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോഴിതാ കേരള സർക്കാരിൽ വരണമെന്ന് താൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ വകുപ്പിനെ കുറിച്ച് രമേശ് പിഷാരടി തുറന്നടിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ നാദൃശയുടെ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അദ്ദേഹം പറയുന്നത്. കേരള സർക്കാരിൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു വകുപ്പ് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരമാണ് ഇവിടെ കയ്യടി നേടുന്നത്. ആരോഗ്യ വകുപ്പിന് കീഴിൽ മാനസികാരോഗ്യ വകുപ്പ് എന്നൊരു വകുപ്പ് ഉണ്ടായാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും വർത്തമാനകാലത്തിൽ ആ സ്ഥലത്ത് വീക്കാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അല്ലാതെ വിദ്യാഭ്യാസ വകുപ്പും ഉണ്ടല്ലോ. മാനസികാരോഗ്യ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പോലെ രണ്ടായി തരംതിരിക്കുക. അതിന് മാനസികാരോഗ്യ വകുപ്പ് എന്നുള്ള വകുപ്പ് തന്നെ കൊണ്ടുവരിക. ഇത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ കാണേണ്ട ഒന്നാണ്. മാനസികമായ സന്തോഷം എല്ലാവരും ആഗ്രഹിക്കുന്നതും എല്ലാ സ്ഥലത്തും നമുക്ക് ആവശ്യവുമാണ്. ജനങ്ങളുടെ ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ തന്നോട് ചോദിച്ചത്, അവിടെ വികസനം വരിക എന്നത് ഒരാൾ മാനസികമായി സന്തോഷം നൽകുന്ന കാര്യമല്ലേ എന്നുള്ളതാണ്. എന്നാൽ അല്ല. നിങ്ങളൊരു പാർക്കിലോ കടൽ തീരത്തോ പോയിരുന്നാലും നിങ്ങൾക്ക് വ്യക്തിപരമായ മാനസിക സന്തോഷം ഇല്ലാതെയാണ് ഇരിക്കുന്നത് എങ്കിൽ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. നിങ്ങൾ വ്യക്തിപരമായി നല്ല മാനസിക സന്തോഷത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്നാലും കുറച്ചൊക്കെ ഹാപ്പി ആവാൻ പറ്റും. അത് നമ്മൾ കരുതേണ്ട ഒരു ഏരിയ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രമേശ് പിഷാരടി പറഞ്ഞ വാക്കുകളാണിത്. തീർച്ചയായും രമേശ് പിഷാരടി പറഞ്ഞ ഈ വാക്കുകൾക്ക് 100 കയ്യടി തന്നെ കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട വളരെ അത്യാവശ്യം തന്നെയാണ്. മാനസിക ആരോഗ്യം കൃത്യമായി ഇല്ലാത്തതുകൊണ്ട്, സന്തോഷകരമായി നിൽക്കാത്തതുകൊണ്ട് തന്നെയാണ് പല യുവാക്കളും വഴിതെറ്റി പോകുന്നതിൻ്റെ ഒരു കാരണമായി മാറുന്നത്. പല ആത്മഹത്യക്കും കാരണവും ഇതൊക്കെ തന്നെയാണ്. എന്തായാലും അതിനെക്കുറിച്ച് ഒരാളെങ്കിലും പറയാനുള്ള തോന്നലെങ്കിലും ഉണ്ടായല്ലോ. അവിടെയാണ് പിഷാരടിക്ക് കയ്യടി നേടുന്നത്. തീർച്ചയായും അത്തരം ഒരു വകുപ്പ് വരട്ടെ. ആ വകുപ്പിന് മന്ത്രിയായി രമേശ് പിഷാരടിയെ തന്നെ വരട്ടെ നമുക്ക് ആശംസിക്കാം.